ഹായ് എവ്രി വൺ, എല്ലാവർക്കും ക്യൂബിറ്റ് അക്കാഡമിയുടെ SSC ആൻഡ് RRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് GD ഫ്രീ ക്രാഷ് കോഴ്സുമായിട്ടാണ്. നമ്മുടെ QAയുടെ 3 സെഷൻസ് നമ്മൾ ഓൾറെഡി ചെയ്തു. പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആവറേജ് എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം, ശേഷം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം, എല്ലാ തവണയും ചെയ്യുന്നത് പോലെ. ഫൈൻ, ഓക്കെ. എന്താണ് ഈ ആവറേജ്? എന്താണ് ഈ ആവറേജ്? ഒരു ടോട്ടൽ നമ്പർ ഓഫ് ഒരു ഫോർ എക്സാമ്പിൾ ഡെയിലി ബേസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, 10 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ്സിൽ എല്ലാവരുടെ അടുത്തുകൂടെ ആയിട്ട് 50 ചോക്ലേറ്റ്സ്, നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് ടോട്ടൽ 50 ആണെന്ന് വിചാരിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 10 ആണ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈക്വലായിട്ട് നമ്മളത് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ എത്ര വെച്ച് കിട്ടുമായിരിക്കും ഓരോരുത്തർക്കും? 50 ചോക്ലേറ്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞത്? 50 ചോക്ലേറ്റ്സും 10 സ്റ്റുഡൻസും ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൂടെ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇസ് ഈക്വൽ ടു 5 എന്ന് വരും അല്ലേ? ഓക്കെ, ഇതാണ് ബേസിക് കൺസെപ്റ്റ്. പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് എത്രയാണോ, ടോട്ടൽ നമ്പർ ഓഫ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ടോട്ടൽ എത്രയാണോ ഉള്ളത് അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. മാത്തമാറ്റിക്കൽ ടേംസിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? സം ഓഫ് ഒബ്സർവേഷൻസ്. ഓക്കെ, ഒബ്സർവേഷൻസ്, സം ഓഫ് ഒബ്സർവേഷൻസ് by total number of observations. ഓക്കെ, ഇപ്പം നമ്മൾ പറയാണ് ഒബ്സർവേഷൻസ് നമുക്ക് A1, A2, A3, A4 ഒക്കെ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ എഴുതും ഇത്? A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയാണ്? 1, 2, 3, 4 അല്ലേ? 4. ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് പറഞ്ഞാൽ ആവറേജ് നമ്മൾ ചെയ്യാം. ഓക്കെ, എന്താണ്? സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഓക്കെ ആണോ? ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് ആവറേജിൽ മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് വഴി പോവാം. ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് നോർമൽ മെത്തേഡ് ആയിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അത് ഞാൻ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. നമുക്ക് GD എക്സാം ബേസിസിലാണെങ്കിൽ നമുക്ക് സമയപരിമിതി അത്രയ്ക്കും നമ്മളെ എഫക്റ്റ് ചെയ്യാത്തത് കാരണം നമുക്ക് നോർമൽ മെത്തേഡ് ഫോളോ ചെയ്യുന്നതിൽ അത്ര വലിയ കുഴപ്പമില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കുറവ് സമയത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. അത് CGL, CHSL പോലുള്ള എക്സാമുകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കതിൽ സമയം കുറവായത് കാരണം. ഞാൻ ചില ക്വസ്റ്റ്യൻസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ നോർമൽ മെത്തേഡും ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഏതാണോ ഫോളോ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഫൈൻ. Okay, find the average of the numbers 517, 139, 195, 176 and 192. നമ്മൾ എന്താണ് പറഞ്ഞത്? സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുക? എങ്ങനെയാണ്? നമുക്ക് ഇതിൻ്റെ സമ്മ് വേണം അല്ലേ? 517, 139, 195, 176 and 192 അല്ലേ? എത്ര വരും ഇത്? 7, 9, 16, 21, 27, 27, 2, 29 അല്ലേ? 5, 6, 15, 22, 22, 31, 8, 10, 12. ഓക്കെ, 1219, 1217 ആണ് ടോട്ടൽ നമ്മുടെ സമ്മ് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയുണ്ട്? 1, 2, 3, 4, 5 അല്ലേ? അപ്പോൾ 1219/5 എന്ന് വരും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 2s 10, 21, 4s 243.8 വരും അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് ചെയ്ത് തീർക്കണമെങ്കിൽ 2 4 21 19 അല്ലേ? 5 3s 15. ഓക്കെ, എന്നാലും 243.8 അല്ലേ? ഫൈൻ.
ദ ഈസിയസ്റ്റ് ബിഗിനിങ് അല്ലേ നമ്മൾ. അപ്പോൾ ആദ്യത്തെ ആ ഒരു ബേസിസിലുള്ളൊരു ക്വസ്റ്റൻ ഇട്ടതാണ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. The average of the following numbers is 25. Find the value of x. 24, 30, 12, 18, 20, 10 and 40. ഓക്കെ, ഇത്രയാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു എക്സും കൂടെ ഉണ്ട്. ആ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് ആയിട്ട് തന്നിരിക്കുന്നത് 25 അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ സമ്മ് വേണം അല്ലേ. 24, 30, 12, 18, 20, 10, 40 അല്ലേ. ഓക്കെ, 4 2 6 6 14 1 5 6 7 8 10 11 154. ഈ 154 പ്ലസ് എക്സ് ബൈ എത്ര ടേം ഉണ്ടത്? 1 2 3 4 5 6 7 8 അല്ലേ. 8 ടേം ഉണ്ട്. ബൈ 8 ഇസ് ഈക്വൽ ടു 25 അല്ലേ. ഓക്കെ, ഇനി എന്ത് വരും? നമ്മൾ 154 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എത്ര വരും? 25 ഇൻറ്റു 8 200 വരും അല്ലേ. 200. എക്സ് ഇസ് ഈക്വൽ ടു എത്ര വരും? 200 മൈനസ് 154 എന്ന് പറയുമ്പോൾ 6 ആൻഡ് 4 46 വരില്ലേ. 46 വരില്ലേ. ഓക്കെ, ഇതൊക്കെ കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് മുന്നോട്ട് പോവാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. അരുൺ ബോട്ട് 3 shirts at the rate of rupees 175 per shirt and 6 trousers at the rate of rupees 250 per trouser. What is the average price of all clothes? എന്താ പറഞ്ഞിരിക്കുന്നത്? അരുൺ എന്ത് ചെയ്തു? 3 ഷർട്ട് 175 പെർ ഷർട്ട് എന്നുള്ള രീതിയിൽ വാങ്ങിച്ചു. 6 ട്രൗസേഴ്സ് 250 പെർ ട്രൗസർ എന്നുള്ള രീതിയിൽ വാങ്ങിച്ചു. വാട്ട് ഈസ് ദ ആവറേജ് പ്രൈസ്? ആവറേജ് പ്രൈസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 3 ഷർട്ട്സ് അറ്റ് ദ റേറ്റ് ഓഫ് 175. അപ്പോൾ ഈ ഷർട്ട്സിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? എത്ര വരിക? 3 ഇൻറ്റു ഓരോ ഷർട്ടിനും 175 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 175 പ്ലസ്. ഇനി ട്രൗസേഴ്സിൻ്റെ നോക്കണ്ടേ? എത്ര ട്രൗസേഴ്സാണ് ഉള്ളത്? 6 ട്രൗസേഴ്സ് ആണുള്ളത്. at the rate of 250 per trouser. അപ്പോൾ ടോട്ടൽ പ്രൈസ് ഓഫ് ഓൾ ട്രൗസേഴ്സ് എത്രയായിരിക്കും? 6 ഇൻറ്റു 250 ആയിരിക്കും അല്ലേ. ഇനി എത്ര ക്ലോത്ത്സ് ഉണ്ട്? 3 + 6 എത്ര വരും? 9 ക്ലോത്ത്സ് ഉണ്ട് അല്ലേ. ടോട്ടൽ 9 ക്ലോത്ത്സ് ഉണ്ട്. അപ്പോൾ 175 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 175 ഇൻറ്റു 3 2 yes 525 പ്ലസ് 25 ഇൻറ്റു 6 150 അല്ലേ. അപ്പോൾ ടോട്ടൽ 2025 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈസ് ഈക്വൽ ടു 2025 ബൈ 9 ചെയ്താൽ മതി അല്ലേ. ഓക്കെ ഫൈൻ. അപ്പോൾ എന്ത് വരും? 2s are 18. 22 എന്ന് പറയുമ്പോൾ 2s are 18. ബാക്കി 45 അല്ലേ. 45 5s are 45. എന്ത് വരും? 225 എന്ന് ആൻസർ ആയിട്ട് വരും. ശരിയല്ലേ? ഓക്കെ അല്ലേ? ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. Okay, the average weight of 100 employees in a company is 62 kg and that of the remaining 25 employees is 52 kg. Find the average weight of all the employees in the company. Okay, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. എന്താണ് പറയുന്നത്? ആവറേജ് വെയിറ്റ് ഓഫ് 100 എംപ്ലോയീസ് ഇൻ എ കമ്പനി ഇസ് 62 kg അല്ലേ. 100 എംപ്ലോയീസിൻ്റെ ആവറേജ് വെയിറ്റ് 62 ആണ്. അപ്പോൾ ഈ ടോട്ടൽ 100 എംപ്ലോയീസിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും? ആവറേജ് ആണ് 62. ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? 62 ഇൻറ്റു 100 ആയിരിക്കും അല്ലേ. പ്ലസ് ബാക്കി ആൻഡ് ദാറ്റ് ഓഫ് ദ റിമൈനിങ് 25 എംപ്ലോയീസ് ഇസ് 52 kg അല്ലേ. ബാക്കി 25 എംപ്ലോയീസിൻ്റെ ആവറേജ് ആണ് 52. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? 52 ഇൻറ്റു 25 ആയിരിക്കും ബൈ അല്ലേ. ഇനി എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്ര വരിക? 100 എംപ്ലോയീസും ഉണ്ട്,
റിമൈനിങ് 25 എംപ്ലോയീസ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര എംപ്ലോയീസ് ഉള്ളത്? 125 എംപ്ലോയീസ് ആണ് ഉള്ളത് അല്ലേ? ഓക്കെ, ഇനിയോ നമുക്ക് ആഡ് ചെയ്യണം അല്ലേ? 6,200 പ്ലസ് 52 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 260 0 ഓക്കെ 104 എത്ര വരും? 1300 അല്ലേ? 1300 എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 5 7 ഈക്വൽ ടു 7500 ബൈ എത്ര വരും? 125 എന്ന് വരും. ഓക്കെ, ഇനി ഇത് 25 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 300 ബൈ 5 വരും ഇസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. ഓക്കെ, 60. ഇനി ഇത് നമുക്ക് വേറൊരു മെത്തേഡിലും കൂടെ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക, അതല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കൺവെൻഷണൽ മെത്തേഡ് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആവറേജ് വെയിറ്റ് ഓഫ് 100 എംപ്ലോയീസ്, ആവറേജ് വെയിറ്റ് ഓഫ് 100 എംപ്ലോയീസ് ആണ് 62 kg അല്ലേ? 62 kg ആൻഡ് ദാറ്റ് ഓഫ് റിമൈനിങ് 25 എംപ്ലോയീസ്, ആവറേജ് ഓഫ് റിമൈനിങ് 25 എംപ്ലോയീസ് ആണ് 52 kg അല്ലേ? 52 kg. ഓക്കെ, ഫൈൻഡ് ദ ആവറേജ് വെയിറ്റ് ഓഫ് ഓൾ ദ എംപ്ലോയീസ് ഇൻ ദ കമ്പനി എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ്? 100 പേർക്ക് 62 ആണ്, 25 പേർക്ക് 52 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ആവറേജും, അതായത് ടോട്ടൽ 125 പേരുടെയും ആവറേജ് എന്തായിട്ട് എടുക്കുന്നു? 62 ആയിട്ട് എടുക്കുന്നു. 62 ആയിട്ട് എടുക്കുന്നു. ഇനി എന്ത് ചെയ്യുക? എത്ര പേർക്കാണ് ഈ 62-ൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ വ്യത്യാസമായിട്ട് നിൽക്കുന്നതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നു. ഓക്കെ, എത്ര പേർക്കാണ് 62 അല്ലാതെ നിൽക്കുന്നത്? വ്യത്യസ്തമായിട്ട് ആർക്കാണ് നിൽക്കുന്നത്? 52 25 പേർക്ക് 52 ഉള്ളൂ അല്ലേ? 52 25 പേർക്ക് ഉള്ളൂ. അതായത് നമ്മൾ അസ്യൂം ചെയ്ത 62 അവർക്കില്ല. എത്ര കുറവാണ് അവർക്ക്? എത്രയാണ് അവർക്ക് കുറവ്? 8 2 10 കുറവാണ് അല്ലേ? 10 കുറവാണ്. അപ്പോൾ 25 പേർക്ക് നമ്മൾ അസ്യൂം ചെയ്ത 62 വരുന്നില്ല, 10 കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പ്ലസ് 25 പേർക്ക് എത്ര കുറവാണ്? 10 കുറവാണ്. -10 അല്ലേ? -10. ഓക്കെ, ഈ ഒരു കുറവ് കംപ്ലീറ്റ് 125 പേർക്കും ബാധകമാണല്ലേ? ഈ ഒരു കുറവ് കാരണം, ഈ ഒരു കുറവാണ് നമുക്ക് ഈ ഒരു 125 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ ഇനി ഈ ഒരു കൺസെപ്റ്റിലൂടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എത്ര വരും? 125 വരും അല്ലേ? അപ്പോൾ എന്ത് വരും? 62 മൈനസ് 250 ബൈ 125 എന്ന് വരും. ഓക്കെ, 62 മൈനസ് 250 ബൈ 125 എന്ന് വരും. അപ്പോൾ എന്ത് വരും? 2 സാർ. അപ്പോൾ 62 മൈനസ് 2 60 എന്ന് ആൻസർ വരും. ഓക്കെ, ഇത് എല്ലാവർക്കും തന്നെ ചിലപ്പോൾ ഇത് അത്ര ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ കുറച്ചുകൂടെ കൺവെൻഷണൽ മെത്തേഡ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ കൺവെൻഷണൽ മെത്തേഡ് പ്രിഫർ ചെയ്യുക. അതല്ല, ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഫൈൻ. The ratio of the weight of Ram, Shyam and Mohan is 7:8:5 അല്ലേ? Ram, Shyam and Mohan 7:8:5 respectively. The average weight of Ram, Shyam and Mohan is 80 kg അല്ലേ? What is the average weight of Ram and Shyam? എന്താ പറഞ്ഞിരിക്കുന്നത്? രാം, ശ്യാം, മോഹൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, വെയ്റ്റിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. ആവറേജ് വെയ്റ്റ് ഓഫ് രാം, ശ്യാം ആൻഡ് മോഹൻ 80 kg ആണ്. ആവറേജും തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആവറേജ് വെയ്റ്റ് ഓഫ് രാം ആൻഡ് ശ്യാം? രാമിൻ്റെയും ശ്യാമിൻ്റെയും മാത്രം ആവറേജ് വെയ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇത് ടോട്ടൽ ഈ ഒരു വെയ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? 7x 8x 5x അല്ലേ? അപ്പോൾ വെയ്റ്റ് എത്ര വരും? ടോട്ടൽ വെയ്റ്റ് എത്ര വരും? 20x is equal to, ഇത് രാം, ശ്യാം ആൻഡ് മോഹൻ്റെ ആവറേജ് വെയ്റ്റ് ആണ് അല്ലേ? ആവറേജ് വെയ്റ്റ് ആണ് 80. അപ്പോൾ ടോട്ടൽ വെയ്റ്റ് എത്ര വരും? 3 പേരല്ലേ അല്ലേ? ആവറേജ് വെയ്റ്റ് 80 ആവുകയും 3 പേരും ആവുമ്പോൾ ടോട്ടൽ വെയ്റ്റ് എത്ര വരും? 80 × 3 അല്ലേ? 80 × 3 എന്ന് പറയുമ്പോൾ
40 വരും അല്ലേ, 240 വരും. അതായത് 3 പേരും നമുക്കറിയില്ല, റേഷ്യോ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ 3 പേരുടെ വെയിറ്റ് നമ്മൾ ആഡ് ചെയ്തു. ആ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ടോട്ടൽ വെയിറ്റ് നമുക്ക് ആവറേജ് വെയിറ്റ് തന്നതിലൂടെ നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് ഇക്വേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എക്സ് കണ്ടുപിടിക്കണം അല്ലേ. എത്ര വരും, 12. എക്സ് ഇസ് ഈക്വൽ ടു 12 എന്ന് വന്നു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ ആവറേജ് വെയിറ്റ് ഓഫ് രാം ആൻഡ് ശ്യാം. രാമിൻ്റെയും ശ്യാമിൻ്റെയും ആവറേജ് വെയിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. രാമിൻ്റെയും ശ്യാമിൻ്റെയും ടോട്ടൽ വെയിറ്റ് എത്രയാണ്, ടോട്ടൽ വെയിറ്റ് 15x ആണല്ലേ, 15x ആണ്. അപ്പോൾ 15 ഇൻറ്റു എക്സ് നമുക്ക് 12 കിട്ടിയില്ലേ, യെസ് 12. ഇതിപ്പോൾ ടോട്ടൽ വെയിറ്റ് ഓഫ് രാം ആൻഡ് ശ്യാം ആയില്ലേ. ഇനി അവരുടെ ആവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. രാം ആൻഡ് ശ്യാം എന്ന് പറയുമ്പോൾ 2 പേരാണ് അല്ലേ. അപ്പോൾ 15 × 12/2 എന്ന് പറയുമ്പോൾ 6 ഇസ് ഈക്വൽ ടു 90 kg എന്ന് വരും അല്ലേ. 15 × 6 90 kg എന്ന് വരും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫൈൻ. Out of 10 persons, 9 persons spent rupees 15 each on their breakfast. The 10th person spent rupees 9 more than the average expenditure of all of them. The total amount spent by all of them is. എന്താണ് പറഞ്ഞിരിക്കുന്നത്, 10 പേരുണ്ട്. 10 പേരിൽ 9 പേര് ഓരോരുത്തരും 15 വീതം ചിലവാക്കി. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുകളിൽ 15 വീതം ചിലവാക്കി. 10ാമത്തെ ആൾ എന്ത് ചെയ്തു, ആവറേജ് എക്സ്പെൻഡിച്ചറിനേക്കാൾ 9 രൂപ കൂടുതലാണ് ചിലവാക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ ഓൾ ഓഫ് ദെം. ഓക്കെ, നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇവരുടെ ആവറേജ് എന്താക്കിയെടുക്കാം. ആവറേജ് നമുക്ക് എ ആയിട്ട് എടുക്കാം. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, 9 പേര് 15 ഈച്ച്. അപ്പോൾ 9 പേര് ടോട്ടൽ എത്ര രൂപ ഇട്ടു എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. 9 × 15 ചെയ്താൽ പോരെ. യെസ്, 9 × 15 പ്ലസ് 10ാമത്തെ ആൾ എന്ത് ചെയ്തു, ആവറേജിനേക്കാൾ 9 രൂപ കൂടുതൽ ഇട്ടു. അപ്പോൾ എന്ത് ചെയ്യുക, ആവറേജ് പ്ലസ് ₹9 ആണ്. ഇതാണ് 10ാമത്തെ ആൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എത്രയാണ്, ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ 10 ആണ് അല്ലേ. 10 ഇസ് ഈക്വൽ ടു, ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, സം ഓഫ് ഒബ്സർവേഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്താണ് വരിക, ആവറേജ് അല്ലേ, ഇസ് ഈക്വൽ ടു എ എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഒരു 15 9s 135 പ്ലസ് എ പ്ലസ് 9 ഇസ് ഈക്വൽ ടു 10a എന്ന് വരും അല്ലേ. 10a എന്ന് വരും. ഇനി എന്ത് ചെയ്യുക, 135 പ്ലസ് 9 144 ഇസ് ഈക്വൽ ടു 9a എന്ന് വരും. എ എന്ത് വരും, 16 വരും. ഓക്കെ, 9 16s 144 അല്ലേ. അപ്പോൾ എ എന്ത് വരും, 16 വരും. പക്ഷെ നമുക്ക് ആവറേജ് ആണോ കണ്ടുപിടിക്കേണ്ടത്, അല്ല, ടോട്ടൽ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എമൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്, 10 പേരല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ 10 × ആവറേജ് ആയിട്ടുള്ള 16 × 16 ഇസ് ഈക്വൽ ടു 160 rupees എന്ന് വരും. ഓക്കെ ആണോ. ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഓഫ് 3 5 10 and x is 5. The average of 8 12 15 x and y is 9. x and y respectively are അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ആദ്യം നമുക്ക് എക്സ് കണ്ടുപിടിക്കണം അല്ലേ, എന്നിട്ട് മാത്രം നമുക്ക് വൈ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ 2 ടേം അൺനോൺ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആദ്യം എക്സ് കണ്ടുപിടിക്കാം. 5 3 8 18 18 പ്ലസ് എക്സ് എത്ര വരും, ടോട്ടൽ ടേം 1 2 3 4. അത് പറയുമ്പോൾ ബൈ 4 ഇസ് ഈക്വൽ ടു 5 എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് വരും, 18 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 20 എന്ന് വരും. എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. ഇതിൽ നമുക്ക് ആൻസർ കിട്ടുമോ, കാരണം 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, 2 and 3 2 and 8. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വൈയും കൂടെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എക്സിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ അവിടെ. അപ്പോൾ എന്ത് വരും, 2ഉം 10ഉം 2ഉം 8ഉം 10 പ്ലസ് 12 15 is and y is 9. ആവറേജ് ആണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ 7 37, ടോട്ടൽ 37 പ്ലസ് y 37
പ്ലസ് വൈ അല്ലേ? ഇത് നമ്മൾ എക്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഐ മീൻ 2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 37 പ്ലസ് വൈ എത്ര ടോട്ടൽ ടേം ഉണ്ട്? 1 2 3 4. ഓക്കെ 4 ഓക്കെ 5 ഉണ്ട് അല്ലേ? 5 ഇസ് ഈക്വൽ ടു 9 അല്ലേ? 5 ടേംസ് ഉണ്ട്. ഓക്കെ അപ്പോൾ എന്ത് വരും? 37 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 45 എന്ന് വരും. വൈ ഇസ് ഈക്വൽ ടു 3 5 8 എന്ന് വരും. യെസ്, വൈ ഇസ് ഈക്വൽ ടു 8 എന്ന് വരും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2, വൈ ഇസ് ഈക്വൽ ടു 8. ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഫൈൻ. 4 years ago, the average age of a family of 4 members was 16 years. A baby is born today. What will be the present average age of 5 members of the family? എന്താ ക്വസ്റ്റ്യൻ പറയണേ? 4 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഫാമിലിയുടെ ആവറേജ് ഏജ്, അതായത് 4 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയുടെ ആവറേജ് ഏജ് 16 ആയിരുന്നു. 4 വർഷങ്ങൾക്ക് മുൻപാണ് അല്ലേ? അപ്പോൾ പ്രസൻ്റ്ലി അവരുടെ ഇത് എത്രയായിരിക്കും? എത്ര വരും? ടോട്ടൽ ഏജ് പ്രസൻ്റ്ലി എത്രയായിരിക്കും നമുക്ക് നോക്കാം. 4 മെമ്പേഴ്സ് അല്ലേ? 4 മെമ്പേഴ്സാണ്, 16 ആണ് ആവറേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുൻപേ അവരുടെ ടോട്ടൽ ഏജ് എത്രയായിരിക്കും? ടോട്ടൽ ഏജ് 16 × 4 ഇസ് ഈക്വൽ ടു 64 ആണ്. പക്ഷേ ഇതെന്താണ്? ഇത് 4 years എഗോ ആണ് അല്ലേ? 4 years എഗോ ആണ്. പ്രസൻ്റ്ലി അവരുടെ ടോട്ടൽ ഏജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 4 പേർക്കും 4 വയസ്സ് വെച്ച് കൂടി അല്ലേ? 4 പേർക്കും 4 വയസ്സ് വെച്ച് കൂടി. 4 വർഷങ്ങൾക്ക് മുൻപാണ്, ഇപ്പം 4 വർഷങ്ങൾക്ക് ശേഷമുള്ള സമയമാണ്. അപ്പോൾ 4 പേർക്കും 4 വർഷം വെച്ച് കൂടി 4 4s are 16. അതും കൂടെ ചേർത്താലല്ലേ പ്രസൻറ്റിലുള്ള അവരുടെ ടോട്ടൽ ഏജ് ആവുള്ളൂ അല്ലേ? അപ്പോൾ എത്ര വരും? 80 വരും. 64 + 60 എന്ന് പറയുമ്പോൾ 80 വരും അല്ലേ? 80 ആണ് പ്രസൻ്റ്ലി അവരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത്. എ ബേബി ഈസ് ബോൺ ടുഡേ, വാട്ട് വിൽ ബി ദ പ്രസൻറ്റ് ആവറേജ് ഓഫ് 5 മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി? അതായത് ഈ ബേബീനെയും കൂടെ ചേർത്തിട്ട് അവരുടെ ആവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് വരും? 80/5 അല്ലേ ചെയ്യേണ്ടത്? 80/5. എന്തുകൊണ്ടാണ് 5 വരുന്നത്? ബേബീനെയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്ത് വന്നു? ഇസ് ഈക്വൽ ടു 16 years എന്ന് വന്നു. ഓക്കെ ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. In a class, there are 80 students. Average weight of girls is 40 kg and average weight of boys is 50 kg. If number of boys is 50, then what will be the average weight of class? Okay. Total students. Total എത്ര പേരുണ്ട്? 80 ആൾക്കാരാണ് ഉള്ളത്. അതിനകത്ത് ബോയ്സ് 50 ആണ് തന്നിട്ടുണ്ട്. ബോയ്സ് 50. അപ്പോൾ ഗേൾസ് എത്ര വരും? 30 എന്ന് വരും അല്ലേ? ഓക്കെ. ആവറേജ് വെയ്റ്റ് ഓഫ് ഗേൾസ് ഇസ് 40 kg. അപ്പോൾ ടോട്ടൽ വെയ്റ്റ് ഓഫ് ഗേൾസ് എത്രയായിരിക്കും? 30 × 40 അല്ലേ? അതിൻ്റെ കൂടെ ഇനി ബോയ്സിൻ്റെയും കൂടെ വരണ്ടേ? ബോയ്സിൻ്റെ ആവറേജ് ആണ് 50 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആവറേജ് ആണ് 50 എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് ബോയ്സ് 50, രണ്ടും 50 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ വെയ്റ്റ് ഓഫ് ബോയ്സ് 50 × 50 വരും. ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? ടോട്ടൽ 80 സ്റ്റുഡൻസ് അല്ലേ? ബൈ 80 എന്ന് വരും അല്ലേ? ഇതിപ്പോൾ എത്ര വരും? 1200 + 2500 വരും. എത്ര വരും? 7 3700 ബൈ 80 എന്ന് വരും അല്ലേ? പറയുമ്പോൾ എത്ര വരും? 4s are 32 × 50, 6 are 50, 40, yes 46.25 അല്ലേ? ബാക്കി 6 are 48 വരും അല്ലേ? ആ രീതി നോക്കുകയാണെങ്കിൽ 46.25 ഓപ്ഷനിലുണ്ട്. നമുക്ക് വെറുതെ കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ആ ഒരു മെത്തേഡിലും കൂടെ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇല്ല എങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കി നോക്കൂ. ഓക്കെ. എന്താണ് ഗേൾസ്? നമുക്ക് എത്രയാണ്? 30 ഗേൾസ് ആണ് അല്ലേ? ബോയ്സ് നമുക്ക് എത്രയായിരുന്നു? 50 ബോയ്സ് ആയിരുന്നു. ഗേൾസിൻ്റെത്
average weight of girls is 40 kg and average weight of boys is 50 kg. അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കംപ്ലീറ്റ് 80 സ്റ്റുഡൻസിൻ്റെയും ആവറേജ് നമ്മൾ എന്താക്കി അസ്യൂം ചെയ്യാണ്? 40 ആക്കി അസ്യൂം ചെയ്യാണ്. ശരിക്കും 40 ആണോ നമുക്ക് അറിയില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ ജസ്റ്റ് 40 ആണെന്ന് അങ്ങ് അസ്യൂം ചെയ്യാണ്. ഈ 40-ൽ നിന്നും എത്ര പേർക്കാണ് കൂടിയും കുറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 40 ആണ്, 30 പേർക്ക് 40 ആണ്, ഫൈൻ, അതൊരു ഇഷ്യൂസ് ഇല്ല. പക്ഷെ 50 പേർക്ക് 40-നേക്കാൾ 10 കൂടുതലാണ് അല്ലേ? 40-നേക്കാൾ 10 കൂടുതലാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? എത്ര പേർക്കാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്? എത്ര എമൗണ്ടാണ് എക്സ്ട്രാ ഉള്ളത് അല്ലേ? 40 + 50 പേർക്ക് 10 വെയിറ്റ് 10 കിലോഗ്രാം കൂടുതലാണ്. എത്ര പേർക്കാണ്? 50 പേർക്ക് 10 കിലോഗ്രാം. നമ്മൾ അസ്യൂം ചെയ്തത് പ്രകാരമാണെങ്കിൽ 10 കിലോഗ്രാം കൂടുതലാണ് അല്ലേ? അപ്പോൾ 50 × 10 എത്ര കിലോഗ്രാമാണ് കൂടുതൽ? നമ്മൾ അസ്യൂം ചെയ്തതിനേക്കാൾ 10 അല്ലേ? 50 × 10 ബൈ ഈ ഒരു കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ 80 പിള്ളേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എന്നാലല്ലേ ടോട്ടലായിട്ട് അവരുടെ ആവറേജ് കിട്ടുള്ളൂ. ഓക്കെ, ഈ കൂടുതലായിട്ട് നിൽക്കുന്ന എല്ലാം തന്നെ, എക്സ്ട്രാ നിൽക്കുന്ന എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ 80 സ്റ്റുഡൻസിനും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു ക്ലാസ്സിൻ്റെ ടോട്ടൽ ആവറേജ് കിട്ടും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? 50 × 10 ബൈ എത്ര വരും? 80 എന്ന് വരും. 40 + 5 50/8 വരും അല്ലേ? 50/8 എന്ന് പറയുമ്പം 6 48, ബാക്കി 20 അല്ലേ? 0.2 16, ബാക്കി 40, 5 40, യെസ് 6.25. അതായത് 40 + 6.25 46.25 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ എന്ത് വന്നു? 46.25 kg. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഫൈൻ. The class teacher conducted a unit test in the class. If out of 30 students, 14 students scored 80 and rest 16 students scored 65, then what is the weighted average score? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ക്ലാസ് ടീച്ചർ ഒരു യൂണിറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. അതിൽ 30 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിൽ 14 സ്റ്റുഡൻസിന് 80 കിട്ടി. 14 സ്റ്റുഡൻസ് സ്കോർഡ് 80 ആൻഡ് റെസ്റ്റ് 16 സ്കോർഡ് 65. 14 പേര് 80 സ്കോർ ചെയ്തു, 16 പേര് 65 സ്കോർ ചെയ്തു. ദെൻ വാട്ട് ഇസ് ദ വെയ്റ്റഡ് ആവറേജ് സ്കോർ? അപ്പം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 14 പേര് എത്ര സ്കോർ ചെയ്തു? 80 അല്ലേ? 80 സ്കോർ ചെയ്തത്. പ്ലസ് ടോട്ടൽ സ്കോർ അറിയണ്ടേ നമുക്ക്? അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ബാക്കി 16 പേരോ? 16 പേര് 65 സ്കോർ ചെയ്തു. 65 സ്കോർ ചെയ്തു. ദെൻ വാട്ട് ഇസ് ദ വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുമ്പം ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ 30 സ്റ്റുഡൻസ് അല്ലേ? 30 സ്റ്റുഡൻസ് അല്ലേ? ഇൻറ്റു 3. ഓക്കെ, 14 8s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1120 പ്ലസ് 65 × 16 അല്ലേ? ഓക്കെ, 065 04 1040 1040 61 216. ഓക്കെ, 2160/30 അല്ലേ? 7s 2s. ഓക്കെ, എന്ത് വരും? 72 ആണ് ആൻസർ വരിക. ഓക്കെ, ഇത് നമുക്ക് ഏത് രീതിയിലും ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡീവിയേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ. അപ്പോൾ എന്ത് വന്നു? ഔട്ട് ഓഫ് 30 സ്റ്റുഡൻസ് 14 സ്റ്റുഡൻസ്, ആവറേജ് ഓഫ് 14 സ്റ്റുഡൻസ് ആണ് എന്ത്? 80 എന്ന് പറയുന്നത്. റെസ്റ്റ് 16 സ്റ്റുഡൻസിൻ്റെത് എത്രയാണ് വരിക? 65 ആണ് അല്ലേ? അപ്പോൾ വെയ്റ്റഡ് ആവറേജ് സ്കോറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ 30 പേരെയും 80 കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, 30 പേർക്ക് 30 സ്റ്റുഡൻസിനും 80 മാർക്കാണ് കിട്ടിയെന്ന് വിചാരിക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ? എത്രയാണ് വേറിട്ട് നിൽക്കുന്നത്? 80 അല്ലാതെ സ്കോർ ചെയ്തവർ എത്ര പേരാന്ന് നോക്കിയാൽ പോരെ?
16 പേര് 80 അല്ലാതെ 65 സ്കോർ ചെയ്യുന്നത് അല്ലേ? 16 പേര് 80 നിന്നും 15 അല്ലേ? യെസ്, 15 കുറഞ്ഞ് വെറും 65 സ്കോർ ചെയ്യുന്നുള്ളൂ അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 16 ഇൻറ്റു കുറവല്ലേ? എത്രയാണ് കുറവ്? 15 അല്ലേ കുറവ് അല്ലേ? അപ്പോൾ -15. 16 പേർക്ക് 15 കുറവേ വരുന്നുള്ളൂ. 80 ആവറേജ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഈ ഒരു കുറവ് നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും പേർക്ക്, അതായത് 30 സ്റ്റുഡൻസിനും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സിൻ്റെ ആവറേജ് സ്കോർ കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ബൈ 30 അല്ലേ? അപ്പോൾ എന്ത് വരും? 80 -16 ഇൻറ്റു 15/30 എന്ന് വരും. അപ്പോൾ എന്ത് വരും? ബൈ 2. 80 - 8 വരും ഇസ് ഈക്വൽ ടു 72. ഓക്കെ, പെട്ടെന്ന് കിട്ടിയില്ലേ? ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുന്നതാണ് ആവറേജിൽ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, there are 75 boys and 45 girls in a class. If the average weight of boys is 60 kg and the average weight of girls is 40 kg, then find the average weight of the whole class. 75 ബോയ്സും 45 ഗേൾസും ഉണ്ട് അല്ലേ? അപ്പോൾ ബോയ്സിൻ്റെ ആവറേജ് 60 കിലോയും ആണ്, ഗേൾസിൻ്റെ ആവറേജ് 40 കിലോയും ആണ്. അതുകൊണ്ട് തന്നെ ആവറേജ് വെയിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഡീവിയേഷൻ വെച്ച് തന്നെ ചെയ്ത് നോക്കിയാലോ? എങ്ങനെയാണ് കൺവെൻഷനിൽ നമ്മൾ ചെയ്യാം? 75 ബോയ്സ് ആൻഡ് 45 ഗേൾസ് അല്ലേ? ആവറേജ് വെയിറ്റ് ഓഫ് ബോയ്സ് 75 ബോയ്സും അവരുടെ ആവറേജ് വെയിറ്റ് തന്നിരിക്കുന്നത് 60 kg ആണ് അല്ലേ? 75 ഇൻറ്റു 60 പ്ലസ് ഗേൾസിൻ്റെ നമ്പർ 45, അവരുടെ ആവറേജ് എത്രയാണ്? 40. 45 ഇൻറ്റു 40, യെസ് 40 ബൈ ടോട്ടൽ 75 45 ടോട്ടൽ 120. 120 അല്ലേ? 120 അല്ലേ? യെസ്, 120. ഇത് ചെയ്താൽ പോരെ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കൺവെൻഷണൽ മെത്തേഡ് വഴി ആൻസർ കിട്ടും. ഓക്കെ, ഞാനിനി ഡീവിയേഷൻ വഴി ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക, ആൻസർ എത്ര കിട്ടുന്നുള്ളത് നോക്കുക. ഞാൻ ഡീവിയേഷൻ വഴിയും കൂടെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, എന്ത് വരും? ബോയ്സ് 75 പേരാണ്, അവരുടെ ആവറേജ് 60 kg ആണ്. ഗേൾസ് 45 പേരാണ്, അവരുടെ ആവറേജ് വന്നിരിക്കുന്നത് 40 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? 60 അസ്യൂം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 60 ആണ് നമ്മുടെ ആവറേജ് ടോട്ടൽ, അതായത് 120 പേരുടെയും ആവറേജ് 60 ആണെന്ന് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്തു. ഓക്കെ, ഇനി 60 നിന്നും കുറവാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ? 45 പേര് 60 നിന്നും 20 കുറഞ്ഞ് 40 മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. എന്താണ്? ഐ മീൻ 60 വെയിറ്റ് ആണല്ലേ സംസാരിക്കുന്നത്? യെസ്, വെയിറ്റ്. ഈ 45 പേർക്കും 40 കിലോഗ്രാം മാത്രമേ വെയിറ്റ് ഉള്ളൂ, അതായത് 20 kg നമ്മൾ അസ്യൂം ചെയ്തതിൽ നിന്നും കുറവാണ് അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് 45 ഇൻറ്റു -20 അല്ലേ? 60 നിന്നും 40 -20 അല്ലേ? -20, 20 കിലോഗ്രാം കുറവാണ്. ഈ ഒരു കുറവ് നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും പേർക്ക്, അതായത് 75 45 120 പേർക്ക് ഒരുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ടോട്ടാലിറ്റിയിൽ എത്ര വരുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? അപ്പോൾ എന്ത് വരും? ബൈ 120 എന്ന് വരും. അപ്പോൾ 60 -20 ഇൻറ്റു 45 ബൈ 120 അല്ലേ? എത്ര വരും? 6 ആർ 60 -15/2 എന്ന് വരും അല്ലേ? യെസ്, 15/2. 3 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15/2. 15/2 എന്ന് പറഞ്ഞാൽ 7.5. 60 - 7.5 എന്ന് പറയുമ്പോൾ 52.5 വരും. 52.5 പ്ലസ് 7.5 60 അല്ലേ? ക്ലിയർ ആണോ? ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഫൈൻ. The average age of 30 men is 25 years. 5 new men
of an average age of 30 years joined them. Find the average age of all the men put together. എന്താ പറഞ്ഞിരിക്കുന്നത്? 30 മെന്നിൻ്റെ ആവറേജ് 25 വയസ്സാണ്. 5 പുതിയ ആൾക്കാർ വരുന്നുണ്ട്. 5 ന്യൂ മെൻ. എത്രയാണ് ആവറേജ് ഏജ്? 30 years joined them. ഓക്കെ, ഫൈൻഡ് ദ ആവറേജ് ഏജ് ഓഫ് ഓൾ ദ മെൻ ടുഗെദർ. 30 വയസ്സുള്ള 5 പേര് ജോയിൻ ചെയ്തു അല്ലേ? ഇത് നമുക്ക് എങ്ങനെ കൺവെൻഷനലി എങ്ങനെ ചെയ്യാം? ടോട്ടൽ ആവറേജ് ഏജ് ഓഫ് 30 മെൻ 30 ഇൻറ്റു 25. 25 പേരുടെ ടോട്ടൽ ഏജ് കിട്ടി നമുക്ക് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? പുതിയ 5 പേരും കൂടെ വന്നു. അവരുടെ ടോട്ടൽ ഏജ് എത്രയായിരിക്കും? 30 ആവറേജ് എങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? 5 ഇൻറ്റു 30 അല്ലേ? പ്ലസ് 5 ഇൻറ്റു 30. ഇപ്പോൾ പഴയ ആൾക്കാരുടെയും പുതിയ വന്ന ആൾക്കാരുടെയും ഏജ് നമ്മൾ കമ്പൈൻ ചെയ്തു. ഇനി നമുക്കിനി എന്ത് ചെയ്യണം? ഫൈൻഡ് ദ ആവറേജ് ഏജ് ഓഫ് ഓൾ ദ മെൻ പുട്ട് ടുഗെദർ. ടോട്ടൽ എത്ര മെന്നാവും? ഇപ്പോൾ എത്ര മെന്നാവും? 30 + 5 35 മെന്നാവും. അപ്പോൾ ഇതിപ്പോൾ ടോട്ടൽ എത്ര വന്നു? 25 × 3 75 750 പ്ലസ് 5 × 3 150 അല്ലേ? 150 + 750 900 അല്ലേ? 900 എന്ന് വരുമ്പോൾ 900/35 എന്ന് വന്നു. 35 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ by 7 18 180/7. ഇത് എത്ര വരും? 7 2s are 14 40 എന്ന് പറയുമ്പോൾ നമുക്ക് 5s are 35 5/7 25 5/7 years. ഓക്കെ ആണോ? ഫൈൻ. ഓക്കെ, നമ്മുടെ ഡീവിയേഷൻ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? ഓക്കെ, ഡീവിയേഷൻ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? 30 മെന്നിൻ്റെ ആവറേജ് 25 years, 5 ന്യൂ മെൻ അല്ലേ? 5 ന്യൂ മെൻ ഓഫ് ആൻ ആവറേജ് ഏജ് ഓഫ് 30 years joined them. ഓക്കെ, എന്താ വരിക? നമുക്ക് 25 years തന്നെ കൂട്ടാം. നമുക്ക് എല്ലാവരുടെയും, അതായത് 30 പേര് ആദ്യമേ ഉണ്ടായിരുന്നു, വരുന്നവർക്കും 25 തന്നെയാണെങ്കിൽ ആവറേജിൽ മാറ്റമൊന്നുമില്ല അല്ലേ? 25 തന്നെയാണ്. പക്ഷെ എന്താണ് പ്രശ്നം? ഈ പുതിയ വരുന്ന ആൾക്കാർക്ക് 30 ആവറേജ് ഉണ്ട്. അതായത് മുൻപ് 30 ആദ്യത്തെ 30 പേർക്ക് 25 ഉള്ളൂ, വരുന്നവർക്ക് 30 ഉണ്ട് അല്ലേ? 30 ഉണ്ട്. വ്യത്യാസം 5 കൂടുതലാണ്. 5 കൂടുതലാണ്. എത്ര പേർക്കാണ് 5 കൂടുതൽ? 5 പേർക്ക് 5 കൂടുതലാണ്. പ്ലസ് 5 ഇൻറ്റു 5 ഈ ഒരു കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് നിൽക്കുന്നത് ഈ ഒരു 35 പേർക്കും ഒരുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പം എന്ത് ചെയ്യും? 35 ഇൻറ്റു 5 ഇൻറ്റു 5 ടോട്ടൽ എത്ര പേരാണ്? ഈ ഒരു കൂടുതൽ നമ്മൾ 35 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. വരുന്നവരും ആദ്യം ഉണ്ടായിരുന്നവരുമായിട്ടുള്ള 30 + 5 35 പേർക്കും നമ്മളിത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? 25 + 25/35 അതായത് 5/7 25 5/7 എന്ന് ആൻസർ വരും. ക്ലിയർ ആണോ? ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. The average marks in geography exam of a class of 25 students are 64. If the marks of 3 students were misread as 44, 46 and 61 in lieu of the actual marks 54, 64 and 67 respectively, find the correct average. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജോഗ്രഫി എക്സാമിൽ 25 സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന ഒരു ക്ലാസ്സിൽ ജോഗ്രഫി എക്സാമിൽ കുട്ടികൾക്ക് 64 ആവറേജ് മാർക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദ മാർക്സ് ഓഫ് 3 സ്റ്റുഡൻസ് വെർ മിസ്റെഡ് ആസ് 3 പേരുടെ ആ ഒരു ക്ലാസ്സിലുള്ള 3 പേരുടേത് 54, 64, 67 എന്ന് എൻ്റർ ചെയ്യുന്നതിന് പകരം തെറ്റി വായിച്ചിട്ട് 44, 46, 61 എന്നായിട്ട് മാറി. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആവറേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി എന്ത് ചെയ്താൽ മതി? 25 സ്റ്റുഡൻസിൻ്റെത് 64 ആണല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു കുറവ് നമുക്ക് ഈ ഒരു മിസ്റീഡ് ചെയ്ത സാധനം ജസ്റ്റ് മൈനസ് ചെയ്തിട്ട് കറക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ നമ്മുടെ ടോട്ടലിലേക്ക്, എന്നിട്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഓക്കെ, 25 × 64 ഇതാണ് നമുക്ക് ടോട്ടൽ
മാർക്സ്. ആവറേജ് എത്രയായിരുന്നു? 64 ആണ്. ഇത് ടോട്ടൽ മാർക്സ് ആണ്. ആ ടോട്ടൽ മാർക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ്, നമ്മൾ തെറ്റിയത് നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. 44 പ്ലസ് 46 പ്ലസ് 61. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. 54 പ്ലസ് 64 പ്ലസ് 67. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്ത് വരും? 64 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 320, 128. 64 2s are 128. 0 1600 അല്ലേ? 1600 മൈനസ് എത്ര വരും? ഇതിപ്പം ടോട്ടൽ എത്ര വരും? 44 46 എന്ന് പറയുമ്പോൾ 40 40 80 90 പ്ലസ് 61 എന്ന് പറയുമ്പോൾ 151 അല്ലേ? 151 പ്ലസ് ഇത് എത്ര വരും? 110 118 118 67 അല്ലേ? 67 എന്ന് പറയുമ്പോൾ 11 8 185. വ്യത്യാസം എത്ര വരും? 185 മൈനസ് 151 എന്ന് പറയുമ്പോൾ 185, 151 എന്ന് പറയുമ്പോൾ 434. 1600 മൈനസ് 34 വരും. ഓക്കെ, മൈനസ് അല്ലല്ലോ വരിക, നമുക്ക് ഇപ്പം ജസ്റ്റ് അല്ലേ പ്ലസ് ആണ് വരിക, സോറി പ്ലസ് ആണ് വരിക. ബൈ എത്ര പേരാണ് ഇവർ? ടോട്ടൽ എത്ര പേരാണ്? 25 സ്റ്റുഡൻസ് അല്ലേ? ബൈ 25 അല്ലേ? അപ്പം നമ്മളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? 1634 ബൈ 25 എന്ന് പറയുമ്പോൾ 25 6 150, 134 എന്ന് പറയുമ്പോൾ 5 125, 65 സംതിങ്. ഓക്കെ, രണ്ടെണ്ണം ഉണ്ടല്ലേ? അപ്പോൾ എന്ത് വരും? 134 അല്ലേ? 125 കഴിഞ്ഞിട്ട് 9 സാർ എന്ന് പറയുമ്പോൾ 3 സാർ അല്ലേ പോവുള്ളൂ? 3 സാർ അല്ലേ 75? ഓക്കെ, അപ്പോൾ എന്ത് വരും? 65.36. ഫൈൻ. ഓക്കെ, ഇനി ഇത് നമുക്ക് മറ്റേ മെത്തേഡിൽ എങ്ങനെ ചെയ്യാം? നിങ്ങൾ തന്നെ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ഒരു നമ്മുടെ ഡീവിയേഷൻ മെത്തേഡിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ വരുന്നത്. ഇത് ഇപ്പോൾ കാൽക്കുലേഷൻ കുറച്ചൊരു സമയം എടുക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഡീവിയേഷൻ ആയിരിക്കും ഇതിൻ്റെ ഒരു ബെസ്റ്റ് മെത്തേഡായിട്ട് വരിക. ഓക്കെ, ജോഗ്രഫി എക്സാമിൽ 25 സ്റ്റുഡൻസിന് 64 ആണ് അല്ലേ? 64 ആണ്. ഈ ഒരു 64 നമുക്ക് എത്രയായിരുന്നു നേരത്തെ വ്യത്യാസം വന്നിട്ടുള്ളത്? എത്രയായിരുന്നു വന്നത്? ഈ ഒരു ആഡ് ചെയ്തപ്പോൾ എത്രയാണ് വന്നത്? 80 90 151. യെസ്, 151 പ്ലസ് എത്രയായിരുന്നു വ്യത്യാസം? 118 67 എന്ന് പറയുമ്പോൾ 185 ആയിരുന്നു തോന്നുന്നു അല്ലേ? 185. യെസ്, അപ്പോൾ എത്ര വരും? 34 ആയിരുന്നു. 34 ആയിരുന്നു നമ്മുടെ നേരത്തെ വ്യത്യാസം വരുന്നത്. ഈ 34 നമുക്ക് എന്ത് ചെയ്യണം? അഡീഷൻ അല്ലേ? നമുക്ക് പോസിറ്റീവായിരുന്നു നമ്മുടെ ഇത് വരുന്നത് അല്ലേ? നമുക്ക് കൂടുതലായിരുന്നു വന്നത് 34 ബൈ എത്ര പേർക്കാണ്? 25 പേർക്ക് നമുക്ക് ഈ എക്സ്ട്രാ വരുന്നത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഈ എക്സ്ട്രാ ആണ് കുട്ടികൾക്ക് മിസ്റീഡ് ചെയ്തിട്ട് ചെയ്ത സമയത്ത് 34 ആഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് 34 ആഡ് ചെയ്തിട്ടില്ല നമുക്ക് മനസ്സിലായി. അപ്പം നമ്മൾ ഈ 34 ആവറേജ് ആകുമ്പോൾ ഈ 34 നമുക്ക് എന്ത് ചെയ്യണം? 25 സ്റ്റുഡൻസിന് ഒരുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 25 എന്ന് പറയുമ്പോൾ എത്ര വരും? 64 പ്ലസ് 1s are 25 അല്ലേ? 1s are 25, 9 എന്ന് പറയുമ്പോൾ 3s are എത്ര വരും? 75 വരും അല്ലേ? 1.3. അപ്പോൾ 65.3 സംതിങ് വരും. 65.36 കറക്റ്റ് അല്ലേ? ഓക്കെ, നിങ്ങളിത് ഈ ഒരു കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് വരും? 65.36 തന്നെ വരും. ഓക്കെ ആണോ? ഫൈൻ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. The average of 29 observations is 40. If the average of the first 15 observations is 38 and that of the last 15 observations is 45, then the 15th observation is. ഓക്കെ, ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാം. കൺവെൻഷണൽ മെത്തേഡ് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാതെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാം അല്ലേ? ഇതെങ്ങനെ കൺവെൻഷണൽ മെത്തേഡ് നമ്മൾ ചെയ്യും?
Average of 29 observation is 40. If the average of first 15 observation is 38 and that of the last 15 observation is 45. ആദ്യത്തെ 15 ഒബ്സർവേഷൻ 38ഉം അവസാനത്തെ 15 ഒബ്സർവേഷൻ 45ഉം ആണ്. അതായത് ഒരു ഒബ്സർവേഷൻ നമ്മൾ ആദ്യത്തെ സെറ്റിലും രണ്ടാമത്തെ സെറ്റിലും നമ്മൾ ആഡ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സം, അതായത് ആദ്യത്തെ 15ൻ്റെ ടോട്ടൽ സം പ്ലസ് രണ്ടാമത്തെ സെറ്റിലെ 15ൻ്റെ ടോട്ടൽ സം ആഡ് ചെയ്തിട്ട് നമ്മുടെ കംപ്ലീറ്റ് 29 ഒബ്സർവേഷൻസിൻ്റെ ടോട്ടൽ സം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു എന്താ പറയുക, നമ്മൾ ഈ 15th ഒബ്സർവേഷൻ കിട്ടും അല്ലേ. നമുക്കതൊന്ന് നോക്കാം ജസ്റ്റ് എങ്ങനെയാണ്. ഫസ്റ്റ് 15 ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 15 × 13. ഇതിപ്പോൾ ഫസ്റ്റ് സെറ്റായി അല്ലേ, ഇത് ഫസ്റ്റ് സെറ്റിൻ്റെ സമ്മാണ് അല്ലേ. പ്ലസ് അല്ലേ, ഇത് ഫസ്റ്റ് സെറ്റിൻ്റെ സം പ്ലസ് സെക്കൻഡ് സെറ്റിൻ്റെ സം എന്താ പറയുക, 15 × എത്രയാ ഒബ്സർവേഷൻ 45, 15 × 45. ഓക്കെ, ഇത്രയും ഇതാണ് ടോട്ടൽ എന്ത് വരിക, ടോട്ടൽ വരിക. ഓക്കെ, ഈ ടോട്ടലിൽ നിന്നും നമുക്ക് കറക്റ്റ് 29 ഒബ്സർവേഷൻസിൻ്റെ 40 ആണെന്നുള്ളത് മൈനസ് ചെയ്താലോ, -29 × 40. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 15th ഒബ്സർവേഷൻ കിട്ടില്ലേ അല്ലേ, 15th ഒബ്സർവേഷൻ കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് നമുക്ക് ഡീവിയേഷൻ വഴി ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ എന്താ കിട്ടുന്നത് നോക്കാം. ഞാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വഴി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം അല്ലേ. ഓക്കെ ഫൈൻ. ആവറേജ് ഓഫ് 29 ഒബ്സർവേഷൻ ആണ് 40 അല്ലേ. ഇനി ആവറേജ് ഓഫ് 15, ഫസ്റ്റ് 15 എത്രയാണ്, ഫസ്റ്റ് 15 എത്രയാണ്, 38 ആണ്. ആവറേജ് ഓഫ് ലാസ്റ്റ് 15 എത്രയാണ്, 45 ആണ്. ഓക്കെ മക്കളെ, നമ്മൾ 40 29 പേരുടെ ആവറേജ് 40 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒറിജിനലി 40 ശരിക്കും നമ്മുടെ ആവറേജ്. പക്ഷേ 15 പേർക്ക് 38 ഉള്ളൂ അല്ലേ. നേരെ മറിച്ച് ലാസ്റ്റ് 15 പേർക്ക് 45 ഉണ്ട് അല്ലേ, 40നേക്കാൾ കൂടുതലുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, 40 നമ്മുടെ ആവറേജ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എത്ര പേർക്കാണ് കുറവുള്ളത്, 15 പേർക്ക് എത്ര യൂണിറ്റാണ് കുറവ്, 2 യൂണിറ്റ് കുറവാണ് അല്ലേ, -2 അല്ലേ. ക്ലിയർ അല്ലേ. ഇനി ലാസ്റ്റ് 15 പേർക്ക് 5 യൂണിറ്റ് കൂടുതലാണ് അല്ലേ, 5 യൂണിറ്റ് കൂടുതലാണ്. അപ്പോൾ എന്ത് വരും, 15 × എത്ര വരും, 5 യൂണിറ്റ് ടോട്ടൽ. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി, ടോട്ടലായിട്ട് എത്രയാണ് വ്യത്യാസം വരുന്നത്, 15 × 2 -30, 15 × -2 -30. ആദ്യത്തെ 15 നിന്നും ആദ്യത്തെ 15ൻ്റെ കണക്കെടുക്കുമ്പോൾ നമുക്ക് -30 വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ ആവറേജിൽ നിന്നും. അവസാനത്തെ 15നോ 75 + 75 ആണ് അവർ മുന്നോട്ട് നിൽക്കുന്നത് അല്ലേ, കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ടോട്ടാലിറ്റിയിൽ അവരുടെ ഡീവിയേഷൻ എന്താണ്, ഈ ആവറേജിൽ നിന്നും ടോട്ടാലിറ്റിയിൽ അവരുടെ ഡീവിയേഷൻ എന്താണ്, 45, +45. ഈ 45 ഈ ഒരു ആവറേജ്, ഈ ഒരു വ്യത്യസ്തമായിട്ട് തള്ളി നിൽക്കുന്നത് അല്ലേ. ഈ ഒരു 45 എന്തുകൊണ്ടാണ് മുന്നോട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് കിടക്കുന്നത്, കാരണം ആദ്യത്തെ 15 സെറ്റിലും രണ്ടാമത്തെ സെറ്റിലും നമ്മൾ 15ാമത്തെ ഒബ്സർവേഷനെ 2 തവണ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ 45 എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 15ാമത്തെ ഒബ്സർവേഷന് എത്രയായിരിക്കും ഡീവിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്, 45 കൂടുതലാണ് അല്ലേ. ഓക്കെ, 45 കൂടുതലാണ് 15ാമത്തെ ഒബ്സർവേഷന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, 40 + 45 = 85. ഓക്കെ, എന്തുകൊണ്ടാണ് 45 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മൾ ആദ്യത്തെ 15ലും രണ്ടാമത്തെ 15ലും നമ്മൾ അറിയാതെ എന്ത് ചെയ്തു, 15ാമത്തെ ഒബ്സർവേഷനെ 2 തവണ
ആഡ് ചെയ്തു പോയി. ഒരു തവണ മാത്രമേ ആഡ് ചെയ്തിരുന്നുള്ളൂ എങ്കിൽ നമ്മുടെ ഡീവിയേഷൻ പ്രകാരം നമുക്ക് ഒരു പ്രശ്നവും വരില്ല, 40-ൽ തന്നെ നിൽക്കുമായിരുന്നു. 2 തവണ ആഡ് ചെയ്തതുകൊണ്ടാണ് 45 മുഴച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ പുറത്തേക്കായിട്ട് നിൽക്കുന്നത്. ആ 45 ആർക്ക് കൂടുതലാണ്? 15ാമത്തെ ഒബ്സർവേഷന് കൂടുതലാണ്. 40 + 45 = 85. ഓക്കെ, നിങ്ങൾക്ക് ഇത് കൺഫ്യൂസിങ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൺവെൻഷണൽ മെത്തേഡിൽ തന്നെ പോവുക. നമുക്ക് സമയമുണ്ട്, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കൺവെൻഷണൽ മെത്തേഡിൽ പോയി ആൻസർ കണ്ടുപിടിക്കുക. ഫൈൻ. അപ്പോൾ നമുക്ക് എത്ര വരും ആൻസർ? 85. ഓക്കെ ആണോ? ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. The average weight of 45 students of a school is 55 kg. If the weight of the teacher is included, the average weight rises by 300 grams. Okay, find the weight of the teacher. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 45 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ് അല്ലേ? 45 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിൽ അവരുടെ ആവറേജ് വെയിറ്റ് 55 കിലോഗ്രാം ആണ്. ഓക്കെ, ഇഫ് ദ വെയിറ്റ് ഓഫ് ദ ടീച്ചർ ഇസ് ഇൻക്ലൂഡഡ്, ഇത് ഇപ്പോൾ ടീച്ചറെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ടീച്ചറെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ആവറേജ് വെയിറ്റ് റൈസസ് ബൈ 300 grams. ഓക്കെ, 300 ഗ്രാം കൂടുതൽ ആവുകയാണ് ചെയ്യുന്നത്. ടീച്ചറും കൂടെ വന്നു കഴിഞ്ഞാൽ 300 ഗ്രാം കൂടും എന്നാണ്, ആവറേജ് 300 ഗ്രാം കൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ദ ടീച്ചർ. എന്തുകൊണ്ടാണ് മക്കളെ ഈ 300 ഗ്രാം കൂടാൻ കാരണം? ടീച്ചർ വരുന്നത് കൊണ്ടാണ് അല്ലേ? അപ്പം ടീച്ചർക്ക് ഓൾറെഡി എത്ര kg ഉണ്ടായിരിക്കണം? 55 kg ഓൾറെഡി ഉണ്ടായിരിക്കണം അല്ലേ? 52 kg ഓൾറെഡി ഉണ്ടായിരിക്കണം. കാരണം എന്തുകൊണ്ടാണ്? 300 ഗ്രാം കൂടുകയാണ് ചെയ്യുന്നത്, കുറയല്ല. അതായത് ടീച്ചർക്ക് ഓൾറെഡി 55 ഉണ്ട്, അതിൻ്റെ കൂടെ ഈ 45 പ്ലസ് ടീച്ചർ, സ്വയം ടീച്ചറിനും ഈ 300 ഗ്രാം വെച്ച് കൂടാനുള്ള അത്ര എക്സ്ട്രാ വെയിറ്റ് ആർക്കുണ്ട്? ടീച്ചറിനുണ്ട് അല്ലേ? അപ്പോൾ എന്ത് വേണം? 55 kg പ്ലസ് 300 ഗ്രാം ഇൻറ്റു 46 അല്ലേ? 45 സ്റ്റുഡൻസും ടീച്ചറും 46. അപ്പോൾ എത്ര വരും? 46 × 3 138. 13800 എന്ന് പറയുമ്പോൾ 13.8 കിലോഗ്രാം. അതായത് 13.8 കിലോഗ്രാം ആർക്ക് കൂടുതലാണ്? ടീച്ചറിന് കൂടുതലാണ്. അതുകൊണ്ടാണ് ഓരോരോ കുട്ടിക്കും ടീച്ചറിനും 300 ഗ്രാം വെച്ച് കൂടുന്നത് അല്ലേ? അപ്പോൾ എന്ത് വരും? 55 + 13.8 എത്ര വരും? 68.8 വരും അല്ലേ? ഒന്നുമില്ല, ജസ്റ്റ് എത്രയാണ് കൂടുന്നത്? ടോട്ടൽ വെയിറ്റ് ഇൻക്രീസ്ഡ്. ടോട്ടൽ വെയിറ്റ് ഇൻക്രീസ്ഡ് എത്രയാണ്? ടോട്ടൽ വെയിറ്റ് ഇൻക്രീസ്ഡ് എത്രയാണ്? എത്രയാണ് ഇൻക്രീസ് ചെയ്ത ടോട്ടൽ വെയിറ്റ്? 46 ഇൻറ്റു 45 സ്റ്റുഡൻസും ഒരു ടീച്ചറും അല്ലേ? 46 × 3. ഓക്കെ, 46 × 3 അല്ലേ? അപ്പോൾ എന്ത് വരും എന്ന് വെച്ചാൽ 13.8 നമുക്ക് നേരത്തെ കിട്ടിയില്ലേ? 13800. അപ്പോൾ എന്ത് വരും? 13.8 കിലോഗ്രാം ആണ് കൂടുതൽ വരുന്നത് അല്ലേ? ഈ കൂടുതൽ എന്തുകൊണ്ടാണ് വരുന്നത്? ഈ ടീച്ചർ ഈ കുട്ടികളുടെ ഇതിലേക്ക് വരുന്ന ഗ്രൂപ്പിലേക്ക് വരുന്നത് കൊണ്ടാണ് 13 കിലോഗ്രാം ടോട്ടലായിട്ട് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ ടീച്ചർക്ക് എത്ര വേണം? ഓൾറെഡി ഒരു 55 kg ആ ടീച്ചറുടെ കയ്യിൽ ഉണ്ടാവും, പ്ലസ് ഈ 45 സ്റ്റുഡൻസിനും 300 ഗ്രാം വെച്ച് കൊടുക്കുകയും സ്വയം ടീച്ചർക്കും 300 ഗ്രാം കൂടെ കൊടുക്കാനുള്ള അത്ര വെയിറ്റ് ഈ ടീച്ചർക്കുണ്ട്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? ടോട്ടൽ 55 പ്ലസ് 13.8 68.8 എന്നുള്ള രീതിയിലേക്ക് ടീച്ചറിൻ്റെ വെയിറ്റ് മാറുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, the average of 15 results is 60. If the average of the first 8 results is 58 and that of the last 6 is 62, then find the 9th result. എന്താണ്? 15 റിസൾട്ടിൻ്റെ ആവറേജ് 60 ആണ്. ആദ്യത്തെ 8 റിസൾട്ട്സ് 58ഉം അവസാനത്തെ 6 റിസൾട്ട് 62ആണ്. 9ാമത്തെ റിസൾട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ആവറേജ് വെയിറ്റ് ഓഫ് 15 റിസൾട്ട്സ് എത്രയാണ്? 15 × 60 അല്ലേ? 15 × 60 ഇതാണ് ടോട്ടൽ 15ൻ്റെ ആവറേജ് അല്ലേ? ഇനി ആവറേജ് ഓഫ് ഫസ്റ്റ് 8 റിസൾട്ട്സ് എത്രയാണ് തന്നിരിക്കുന്നത്? 58. 8 × 58
പ്ലസ് ലാസ്റ്റ് 6 ഇൻറ്റു 42. എന്തുകൊണ്ടാണ് ഞാൻ മൈനസ് എടുത്തിരിക്കുന്നത്? 6 ഇൻറ്റു 62 അല്ലേ, സോറി 62. എന്തുകൊണ്ടാണ് ഞാൻ മൈനസ് എടുത്തിരിക്കുന്നത്? ഇവിടെ 15 റിസൾട്ട് ഉണ്ട് അല്ലേ, പക്ഷേ ഇവിടെ എന്താണ് 8ഉം 6ഉം 14 റിസൾട്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ 15 റിസൾട്ടിൻ്റെ ടോട്ടലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യത്തെ 8 റിസൾട്ടിൻ്റെ ടോട്ടലും അവസാനത്തെ 6 റിസൾട്ടിൻ്റെ ടോട്ടലും കൂടെ മൈനസ് ചെയ്താലല്ലേ നമുക്ക് ഒരെണ്ണം മിസ്സായത് കിട്ടുള്ളൂ. ഏതാണ് മിസ്സായതെന്ന് വെച്ചാൽ അല്ലേ, ക്ലിയർ അല്ലേ അത്? അപ്പോൾ എന്ത് ചെയ്യുക? 15 ഇൻറ്റു 6 900 മൈനസ് എന്ത് വരും? 58 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 464 പ്ലസ് എത്ര വരും? 62 ഇൻറ്റു 6 372. 372 എന്ന് പറയുമ്പോൾ 6 13 836 എന്ന് പറയുമ്പോൾ 64. യെസ്, 64 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലും ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ ഫൈൻ. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അതേ ആ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ എത്രയാണ് ഡീവിയേഷൻ വരുന്നത്, അത് മൈനസ് ആണോ പ്ലസ് ആണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻ. A batsman in his 13th inning makes a score of 85 runs and thereby increases his average by 5 runs. What is the average after 13th inning? Okay. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ എസ് 13th ഇന്നിങ്, 13ാമത്തെ ഇന്നിങ്ങിൽ അയാൾ മേക്ക് ചെയ്യുന്ന റണ്ണാണ് 85 റൺസ്. ഓക്കെ, 85 റൺസാണ് അയാൾ 13ാമത്തേൽ മേക്ക് ചെയ്യുന്നത്. ആൻഡ് ദെയർ ബൈ ഇൻക്രീസസ് ഹിസ് ആവറേജ് ബൈ 5 റൺസ്. അതിൽ കൂടെ അയാൾ എന്ത് ചെയ്യുന്നു? 5 റൺസ് ആവറേജ് കൂട്ടുന്നു അല്ലേ. ഫൈൻഡ് ഹിസ് ആവറേജ് ആഫ്റ്റർ 13th ഇന്നിങ്സ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? 12th ഇന്നിങ് വരെയുള്ള ആവറേജിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, 12th ഇന്നിങ് വരെയുള്ള ആവറേജിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പം എത്ര വരും? ടോട്ടൽ റൺസ് എത്ര വരും 12th ഇന്നിങ്സ് കഴിഞ്ഞാൽ വരെ? 12 ഇൻറ്റു എക്സ് വരും. ടോട്ടൽ റൺസ് എത്ര വരും? 12 ഇൻറ്റു എക്സ് അല്ലേ. ഇതെന്താണ്? 12 ഇന്നിങ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള അയാളുടെ ടോട്ടൽ റൺസാണ്. അതിൻ്റെ കൂടെ 13ാമത്തെ ഇന്നിങ്സിൽ അയാൾ നേടിയത് 85 റണ്ണാണ് അല്ലേ. 85 is equal to thereby increases his average by 5 runs. 5 റൺസ് കൂടി, അതായത് എക്സ് പ്ലസ് 5 ആവറേജിനേക്കാൾ 5, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ആവറേജിനേക്കാൾ 5 കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 5 ഇൻറ്റു ഇപ്പം നമ്പർ ഓഫ് ഇന്നിങ്സ് എത്രയാ? 13 അല്ലേ, ഇൻറ്റു 13. ഇപ്പം എത്ര വരും? 12x plus 85 is equal to 13x plus എത്ര വരും? 65 വരും. ഇപ്പോൾ എത്ര വരും? 20 is equal to x എന്ന് വരും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 12th ഇന്നിങ്സ് വരെയുള്ള ആവറേജ് ആണ് ഈ എക്സ് എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആവറേജ് ആഫ്റ്റർ 13th ഇന്നിങ്സ്, 13ാമത്തെ ഇന്നിങ്സിന് ശേഷമുള്ള ആവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 20 + 5 അല്ലേ, 25 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ഫൈൻ. എപ്പോഴും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, മാറിപ്പോവാതെ ഇരിക്കുക. ഓക്കെ ഫൈൻ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The average weight of 10 persons increases by 7.9 kg when a new person replaces one of them weighing 20 kg. What is the weight of the new person? എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 10 പേഴ്സൺസിൻ്റെ ആവറേജ് വെയിറ്റ് 7.9 kg ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ്. എന്തുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഒരു എന്താണ്, ഇവരിൽ തന്നെ ഈ 10 പേഴ്സൺസിലുള്ള ഒരാൾ, അതായത് 20 kg വെയിറ്റ് ഉള്ള ഒരാളെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരാൾ വരുന്നത് കൊണ്ടാണ് ഈ 10 പേർക്കും 7.9 kg വീതം കൂടാൻ കാരണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എത്രയാണ് ടോട്ടൽ ഇൻക്രീസ് ഇൻ വെയിറ്റ് എത്രയാണ്? ടോട്ടൽ ഇൻക്രീസ് എത്രയാണ്? 7.9 ഇൻറ്റു 10 അല്ലേ. ടോട്ടൽ 79 kg കൂടിയിട്ടുണ്ട് അല്ലേ.
79 kg ആണ് ടോട്ടൽ ഇൻക്രീസ് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ 79 kg ഇൻക്രീസ് ചെയ്യുന്നത്? 20 kg ഉണ്ടായിരുന്ന ഒരാളെ റീപ്ലേസ് ചെയ്തിട്ട് അതിൽ കൂടുതൽ ഉണ്ടായിരുന്ന ഒരാൾ, 20 kgയിലും കൂടുതൽ ഉണ്ടായിരുന്ന ഒരാൾ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. ഐ മീൻ 20 kg ഉള്ള ഒരാൾ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. എങ്ങനെ? 20 kgയേക്കാൾ കൂടുതലുള്ള ഒരാൾ റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് 20 kgയേക്കാൾ കൂടുതലുണ്ടായിരുന്നു ഇയാൾക്ക് എന്ന് മനസ്സിലായത്? 79 കിലോ ആണ് ടോട്ടൽ ഇൻക്രീസ് വരുന്നത്. അതായത് 10 പേരിൽ ഓരോരുത്തർക്കും 7.9 വീതം ഇൻക്രീസ് കൊടുക്കാനായിട്ട് ഈ കയറി വരുന്ന ആൾക്ക് എക്സ്ട്രാ വെയിറ്റ് ഉണ്ട് അല്ലേ? അതായത് ഓൾറെഡി അയാൾക്കൊരു 20 kg വെയിറ്റ് ഉണ്ട് അല്ലേ? അതിൻ്റെ കൂടെ 10 പേർക്ക് 7.9 കിലോഗ്രാം വെച്ച് കൊടുക്കാനുള്ളത്ര എക്സ്ട്രാ വെയിറ്റ് അയാളുടെ കയ്യിൽ ഉണ്ട് അല്ലേ? അപ്പോൾ പ്ലസ് 79 ഇത്ര ഈ ഒരു എക്സ്ട്രാ വെയിറ്റും കൂടെ ആരുടെ അടുത്തുണ്ട്? ഈ പിന്നീട് കയറി വന്ന ആളുടെ അടുത്ത് ഉണ്ട്. അപ്പോൾ ടോട്ടൽ അയാളുടെ വെയിറ്റ് എത്രയായി? 20 + 79 99 kg. ഓക്കെ ആണോ? ഫൈൻ. ഇത് കുറച്ച് ആ ഒരു ഇൻക്രീസിൻ്റെ ടോട്ടൽ ഇൻക്രീസിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇത് ഈ ഒരു മെത്തേഡ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കുക, മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫൈൻ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദ ആവറേജ് വെയിറ്റ് ഓഫ് എ ട്രക്ക് ആൻഡ് 4 cars is 48 kg, which is reduced by 1 kg if the weight of the truck is excluded. What is the weight of the truck? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ട്രക്കും 4 കാറുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെയുള്ള ആവറേജ് വെയിറ്റ് ആണ് 48 kg. അതായത് 5 ആർട്ടിക്കിളിൻ്റെ ആവറേജ് ആണ് 48. ഓക്കെ, വിച്ച് ഇസ് റെഡ്യൂസ്ഡ് ബൈ 1 kg ഇഫ് ദ വെയിറ്റ് ഓഫ് ട്രക്ക് ഇസ് എക്സ്ക്ലൂഡഡ്. ട്രക്കിൻ്റെ വെയിറ്റ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവറേജ് വെയിറ്റ് 48-ൽ നിന്നും 47 മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ട്രക്ക്? ഓക്കെ, ഇത് കൺവെൻഷണൽ മെത്തേഡിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ, 4 cars അല്ലേ? 4 കാർസും ഒരു ട്രക്കും കൂടെ ചേരുമ്പം 5 ആർട്ടിക്കിൾ അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് 5 എണ്ണം അല്ലേ? അപ്പോൾ 5 × 48 ഇതാണ് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്. എന്തിൻ്റെ? 4 കാറിൻ്റെയും ഒരു ട്രക്കിൻ്റെയും കൂടെ ചേർന്നിട്ടുള്ള വെയിറ്റ് ആണ് എന്ത്? 5 × 48 അല്ലേ? അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ട്രക്കിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തു. ഇപ്പം നമുക്ക് എന്താണ് ടോട്ടൽ ആയിട്ടുള്ളത്? എന്താണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്? എന്താണ്? 4 കാറിൻ്റെ മാത്രം വെയിറ്റ് ആണ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? /4 ചെയ്താൽ ഇപ്പം 4 കാറിൻ്റെ മാത്രമേ ഉള്ളൂ അല്ലേ? -t, അതായത് ട്രക്കിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി റിമെയിൻ ചെയ്യുന്ന ആർട്ടിക്കിൾസ് നമ്പർ എത്രയാണ്? 4. /4 = 1 kg റെഡ്യൂസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതായത് 48-ൽ നിന്നും 47 മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്ത് വന്നു? 5 × 48 എന്ന് പറയുമ്പോൾ 24 × 10 അതല്ലേ? 240 അല്ലേ? 240 - t = 47 × 4 അല്ലേ? 7 4s are 28, 2 4 4 16 8 188 എന്ന് വരും. അപ്പോൾ ട്രക്ക് എത്ര വരും? ട്രക്ക് = 240 - 188 എന്ന് പറയുമ്പോൾ 12 40 അല്ലേ? 52 എന്ന് വരും. ഓക്കെ, 52 kg എന്ന് വരും. ഇത് നമുക്ക് ഡീവിയേഷനിൽ എങ്ങനെ ചെയ്യാം? ഡീവിയേഷനിൽ നമുക്ക് 48 നമ്മുടെ എന്താണ് ആവറേജ് ഓഫ് വെയിറ്റ് ഓഫ് എ ട്രക്ക് ആൻഡ് 4 കാർ. 4 കാറും ട്രക്കും കൂടെ ചേർന്നിട്ട് 48 kg ആണുള്ളത്. വിച്ച് ഇസ് റെഡ്യൂസ്ഡ് ബൈ 1 kg. റെഡ്യൂസ്ഡ് ബൈ 1 kg എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് റെഡ്യൂസ് വരുന്നത്? ഈ റിഡക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ട്രക്ക് ഒഴിവാക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ ഒരു kg കുറവ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ ട്രക്കിനെ ഒഴിവാക്കുന്ന സമയത്ത് ഈ ട്രക്കിന് ഈ 48 kg അതിൻ്റെ കൂടെ ഈ ഒരു 4 കാറിനും ഓരോരോ kg വെച്ച് കൊടുക്കാനുണ്ടായിരുന്ന അത്ര എക്സ്ട്രാ വെയിറ്റ് ഈ ഒരു
ട്രക്കിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ട്രക്കിനെ ഒഴിവാക്കിയപ്പോൾ ആ ട്രക്കിൻ്റെ വെയിറ്റിൻ്റെ കൂടെ ഈ ഓരോ കാറിനും ഓരോരോ kg വെച്ച് കൊടുക്കാനുണ്ടായിരുന്ന 4 kg കൊണ്ടാണ് ഈ ഒരു ട്രക്ക് പോയിരിക്കുന്നത്, ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ 48 + 4 = 52 kg. ഓക്കെ, ഈ ട്രക്കിന് 48 ആവറേജ് ഓൾറെഡി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എല്ലാ 4 കാറിനും ഓരോരോ kg വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള എക്സ്ട്രാ വെയിറ്റും ഈ ഒരു ട്രക്കിന് ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ഒഴിവാക്കിയപ്പോൾ ഈ ഒരു 4 കാറിന് ഓരോരോ kg വെച്ച് കൊടുക്കേണ്ടിയിരുന്ന ആ 4 kgയും കൂടെ ഈ ഒരു ട്രക്ക് ഒഴിവാക്കിയപ്പോൾ അതിൻ്റെ കൂടെ പോയത്. അതുകൊണ്ടാണ് ഈ 52 kg, നമുക്ക് അങ്ങനെയാണ് ഈ 52 kg കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അതായത് ഡീവിയേഷൻ വെച്ച് ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺവെൻഷണൽ മെത്തേഡ് വെച്ച് ചെയ്യാം. ടൈം അതൊരു ഇഷ്യൂ അല്ല, നമുക്ക് ശരിയായ ആൻസർ കിട്ടിയാൽ മാത്രം മതി GD പോലുള്ള എക്സാമുകൾക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റിന് പോവാം. The average age of 14 students and the teacher is 20 years. If the teacher is excluded, then their average age reduces by 1.5 years. The teacher's age is. Okay. 14 സ്റ്റുഡൻസ് അതിൻ്റെ കൂടെ ടീച്ചറിനെയും കൂടെ ചേർത്തിട്ടുള്ള അവരുടെ ആവറേജ് ആണ് 20 ഇയേഴ്സ്. അതായത് 15 ആൾക്കാരുടെ ആവറേജ് ആണ് 20 ഇയേഴ്സ്. ഇഫ് ദ ടീച്ചർ ഇസ് എക്സ്ക്ലൂഡഡ്, ദെൻ their average age reduces by 1.5 years. അതായത് ടീച്ചറിൻ്റെ ഏജ് എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആവറേജ് 1.5 ഇയേഴ്സ് കുറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ടീച്ചേഴ്സ് ഏജ് ഇസ്. ഇതെങ്ങനെ നമുക്ക് കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്യാം? 14 സ്റ്റുഡൻസും ടീച്ചറും അല്ലേ, അപ്പോൾ 15 പേര്, 15 × 20 അതല്ലേ ആദ്യത്തെ ഈ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് അല്ലേ. ടീച്ചർ പോയതിന് ശേഷമോ, ടീച്ചർ പോയതിനു ശേഷം എന്ത് സംഭവിക്കുന്നു? 1.5 കുറയുന്നു. ഏതിൽ നിന്നാണ് 1.5 കുറയുന്നത്? 20 ആണ് ആദ്യത്തെ ആവറേജ്, അതിൽ നിന്നും 1.5 കുറയാന്ന് പറഞ്ഞാൽ 20 - 1.5 എന്ന് പറയുമ്പോൾ 18.5 അല്ലേ, 18.5. അപ്പോൾ 18.5 ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ ആരൊക്കെ ഉള്ളൂ? 14 സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ, ടീച്ചർ പോയി കഴിഞ്ഞു അല്ലേ. അപ്പോൾ -14 × 18.5 അല്ലേ. ഇതിപ്പോൾ എത്ര വരും? 300 - 185 × 14, 185 × 14 എന്ന് പറയുമ്പോൾ 740, 185 എന്ന് പറയുമ്പോൾ എന്ത് വരും? 9, എത്ര വരും? 259 അല്ലേ. 300 - 259 എന്ന് പറയുമ്പോൾ 160 ആവും, 41. യെസ്, 41 ഇയേഴ്സ് വരും. ക്ലിയർ ആണോ? ഇതാണ് ഇതിൻ്റെ കൺവെൻഷണൽ മെത്തേഡ് അല്ലേ. ഇനി നമുക്ക് ഡീവിയേഷൻ വെച്ചിട്ടും ചെയ്യാം. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എങ്ങനെയാണ് ഡീവിയേഷൻ വെച്ചിട്ട് ചെയ്യാം? 14 സ്റ്റുഡൻസിൻ്റെത് 20 വർഷമാണ്. ഇഫ് ദ ടീച്ചർ ഇസ് എക്സ്ക്ലൂഡഡ്, ദെൻ ദ ആവറേജ് ഏജ് റെഡ്യൂസസ് ബൈ 1.5 ഇയേഴ്സ്. അതായത് ടീച്ചറിന് 20 വയസ്സ്, 20 ഇയേഴ്സ് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു 14 പേർക്കും 1.5 വെച്ച് കൊടുക്കാനുള്ള അത്ര എക്സ്ട്രാ ഏജ് ആ ടീച്ചറിന് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും? 20 + 1.5 യെസ് × 14 എന്ന് വരും അല്ലേ. 1.5 × 14 എന്ന് പറയുമ്പം 150 + 60 അല്ലേ, എന്ത് വരും? 21 വരും, 21. അപ്പോൾ എന്ത് വരും? 20 + 21 എന്ന് പറയുമ്പോൾ 41 ഇയേഴ്സ്. ഫൈൻ, ഇത് വരും 41 ഇയേഴ്സ് വരും. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് 1.5 × 14 വരുന്നത്? ഇത് ടീച്ചറിനെ എക്സ്ക്ലൂഡ് ചെയ്തു അല്ലേ. ടീച്ചറിനെ എക്സ്ക്ലൂഡ് ചെയ്തപ്പോൾ 1.5 ആയിട്ട് കുറഞ്ഞു എന്ന് പറയുന്നത് ടീച്ചറിൻ്റെ ഏജിൻ്റെ കൂടെ ടീച്ചർക്ക് എക്സ്ട്രാ 1.5 ഈ 14 പേർക്കും 1.5 വെച്ച് കൊടുക്കാനുള്ളത്ര എക്സ്ട്രാ ഏജ് ഈ ഒരു ടീച്ചറിൻ്റെ അടുത്തുണ്ടായിരുന്നു. ആ ഒരു അത്രയും എമൗണ്ടും കൊണ്ടാണ് ടീച്ചർ പോയിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ടീച്ചർ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്താണ് ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കിയിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
A batsman makes a score of 97 runs in 15th inning and thus increases his average by 5. Find his average after 15th inning. ഇത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ജസ്റ്റ് ആ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. ഞാനിവിടെ ചെയ്യാം. എന്താണ് 15th ഇന്നിങ്ങിൽ 97 റൺ എടുത്തു എന്ന് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് 14th ഇന്നിങ് വരെ ഉള്ളതിൻ്റെ ആവറേജ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിലോ 14 ഇൻറ്റു എക്സ് അല്ലേ, 14th ഇന്നിങ്സ് വരെയുള്ള ടോട്ടൽ റൺസ് ആയി അല്ലേ. ഇനി പ്ലസ് 15th ഇന്നിങ്ങിൽ അയാൾ എത്ര വാങ്ങിച്ചു, 97 റൺസ് നേടി അല്ലേ. ഇസ് ഈക്വൽ ടു ആൻഡ് ദസ് ഇൻക്രീസസ് ആവറേജ് ബൈ 5. അതായത് എക്സ് പ്ലസ് 5 ആവറേജ് 5 കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ 14 ആയിരുന്നു കഴിഞ്ഞ്, അത് പ്ലസ് 97 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതെന്താവും 15th ഇന്നിങ്ങിൻ്റെ ആവറേജ് ആയി മാറും അല്ലേ. ഓക്കെ, ഇതെന്ത് വരും 14x പ്ലസ് 97 ഇസ് ഈക്വൽ ടു 15x പ്ലസ് 75 അല്ലേ. അപ്പോൾ എന്ത് വരും, എക്സ് ഇസ് ഈക്വൽ ടു 22 വരും അല്ലേ. 22x. പക്ഷേ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, ആഫ്റ്റർ 15th ഇന്നിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, 15ാമത്തെ ഇന്നിങ്ങിന് ശേഷം. അപ്പം 22 പ്ലസ് അല്ലേ 5 ഇസ് ഈക്വൽ ടു 27 എന്ന് വരും. ക്ലിയർ ആണോ? എന്ത് വരും, 27 എന്ന് വരും. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദ ആവറേജ് വെയ്റ്റ് ഓഫ് 34 persons is increased by 3 kg when one person weighing 90 kg is replaced by a new person. Weight of the new person is. ഇത് നമ്മൾ ചെയ്ത ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്യുക, ചെയ്തു നോക്കുക. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്, 34 ആൾക്കാരുടെ ആവറേജ് വെയ്റ്റ് 3 kg വെച്ച് ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്, 90 kg ഉണ്ടായിരുന്ന ഒരാളെ വേറൊരാൾ പുതിയൊരാൾ റീപ്ലേസ് ചെയ്തപ്പോഴാണ് ഈ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇൻക്രീസ് സംഭവിച്ചിരിക്കുന്നത്. വെയ്റ്റ് ഓഫ് ദ ന്യൂ പേഴ്സൺ ഇസ്. അതായത് ഇൻക്രീസ് ഓഫ് 3 kg എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്താണ് വരിക, ഓൾറെഡി അയാൾക്കൊരു 90 kg ഉണ്ടായിരുന്നു അല്ലേ, അയാൾക്ക് 90 kg ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ എക്സ്ട്രാ എത്രയോ kg ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഓരോരുത്തർക്കും 34 പേർക്കും 3 kg വെച്ച് കൂടുന്നത്. എക്സ്ട്രാ അയാൾക്ക് ഉള്ളത് കൊണ്ടാണ് 34 പേർക്ക് 3 kg വെച്ച് കൂടുന്നത്. അപ്പോൾ ഈ ടോട്ടൽ ഇൻക്രീസ് എത്രയാണ്, 34 പേർക്ക് 3 kg വെച്ച് എന്ന് പറയുമ്പോൾ 34 ഇൻറ്റു 3 102 അല്ലേ, 102 വെച്ചിട്ട് അയാൾക്ക് എക്സ്ട്രാ ഉണ്ട്, 102 kg അയാൾക്ക് എക്സ്ട്രാ ഉണ്ട്. അതായത് 90 kg പ്ലസ് 102 ഇസ് ഈക്വൽ ടു 192 kg ആണ് അയാളുടെ ടോട്ടൽ വെയ്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് ഇത് അപ്രോച്ച് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ ഫൈൻ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The average weight of 18 students in a class increases by 3.5 kg when one student weighing 45 kg is replaced by a new student. What is the weight of the new student? നമ്മൾ previously ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ ടൈപ്പ് ആണല്ലേ അല്ലേ. ഒന്ന് വായിച്ചു നോക്കിയേ ശ്രദ്ധിച്ച്. എന്താണ് പറഞ്ഞിരിക്കുന്നത്, 18 സ്റ്റുഡൻസിൻ്റെ വെയ്റ്റ്, ആവറേജ് വെയ്റ്റ് ഇൻക്രീസസ് ബൈ 3.5 kg, 3.5 kg വെച്ചിട്ട് 18 സ്റ്റുഡൻസിൻ്റെ വെയ്റ്റ്, ആവറേജ് വെയ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്, കാരണം വെൻ വൺ സ്റ്റുഡൻറ്റ് വെയിങ് 45 kg ഈസ് റീപ്ലേസ്ഡ് ബൈ എ ന്യൂ സ്റ്റുഡൻറ്റ്. 45 kg ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ വേറൊരു സ്റ്റുഡൻറ്റ്, ഒരു പുതിയ സ്റ്റുഡൻറ്റ് റീപ്ലേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി മാറി പുതിയൊരാൾ വന്നു. അതായത് ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. 3.5 kg, അതായത് 18 പേർക്ക് 3.5 kg വീതം കൂടുന്ന തരത്തിൽ ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് വരുന്ന ആൾക്ക് ഓൾറെഡി 45 kg ഉണ്ട് അല്ലേ, ഓൾറെഡി അയാൾക്ക് 45 kg ഉണ്ട്.
അതിൻ്റെ കൂടെ അയാൾക്ക് ഈ 18 പേർക്കും 3.5 kg വീതം കൊടുക്കാനുള്ളത്ര എക്സ്ട്രാ വെയിറ്റ് അയാളുടെ കയ്യിൽ ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് വരും? 35 എന്ന് പറയുമ്പോൾ 90 18 3s എന്ന് പറയുമ്പോൾ 54 അല്ലേ. യെസ്, 630 ഓക്കെ. എത്ര വരും? എക്സ്ട്രാ വെയിറ്റ് ടോട്ടൽ ഇൻക്രീസ് ഇൻ വെയിറ്റ് 63 ഓൾറെഡി 45 kg ഉള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇൻക്രീസ് സംഭവിക്കും. ടോട്ടൽ ഇൻക്രീസ് ഇതെന്താണ്? ടോട്ടൽ ഇൻക്രീസ് ഇൻ വെയിറ്റ് ആണ് അല്ലേ. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 8ഉം 10 108 kg. ഈ റീപ്ലേസ് ചെയ്യപ്പെട്ട ആൾക്ക് എത്ര ഉണ്ടായിരുന്നു? 108 kg. ഓക്കെ ഫൈൻ. ഓക്കെ എന്താണ് ഇനി? ഓക്കെ ഫൈൻ. ഇതോടുകൂടി നമ്മുടെ ആവറേജ് എന്നുള്ള ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. നമുക്ക് 2 തരം മെത്തേഡുകളുണ്ട് അല്ലേ. ഒന്ന് ട്രഡീഷണൽ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്, രണ്ടാമതെന്ന് പറയുന്നത് ഡീവിയേഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് രണ്ടും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ട്രഡീഷണൽ മെത്തേഡ് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മൾ ലോജിക്കലി ഒക്കെ ചിന്തിച്ച് എന്ത് സംഭവിക്കാം എന്ത് സംഭവിക്കാതിരിക്കാം എന്നൊക്കെ ഒരു അസംഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൺവെൻഷണൽ മെത്തേഡ് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ആൻസർ എന്തായാലും കറക്റ്റ് എത്തുന്ന രീതിയിൽ നിങ്ങൾ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും നമുക്ക് ആൻസർ കറക്റ്റ് എത്തുന്ന രീതിയിലേക്ക് ഉള്ള മെത്തേഡ് മാത്രം ചൂസ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്തൊരു സെഷനിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.